Hello Celine. Please be seated. Thank you. സോസ് പ്രോ B2B എന്ന ആപ്ലിക്കേഷൻ കച്ചവടക്കാരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം തന്നെ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന് കേട്ടിരുന്നുവല്ലോ. ഇതെങ്ങനെയാണ് സാധ്യമാകുക? ക്യാദരൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭൂരിഭാഗം ജനങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് മാറുമ്പോൾ നാട്ടിൻപുറത്തെ കച്ചവടക്കാരുടെ ഭാവി എന്തായിത്തീരുമെന്ന് ഒട്ടുമിക്ക കടകളിലും തന്നെ ഉൽപ്പന്നങ്ങൾ ദീർഘകാലങ്ങളായി തന്നെ വിറ്റഴിക്കപ്പെടാതെ ഇരിക്കുകയാണ്. അതെ, അത് ശരിയാണ്. പ്രത്യേകിച്ചും കോവിഡ്-19 ശേഷം പ്രായഭേദമന്യേ ഏവരും ഓൺലൈൻ ഷോപ്പിംഗിനെ തന്നെയാണ് ആശ്രയിച്ചു പോരുന്നത്. മുന്തിയ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയും കൂടുതൽ ചോയ്സുകൾ കിട്ടുന്നതും ആളുകളെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് ആകർഷിപ്പിച്ചിട്ടുണ്ട്. ഇതുമൂലം നല്ലൊരു ശതമാനം സെയിൽസും സാധാരണ റീറ്റെയിലേഴ്സിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, അതുകൊണ്ടുതന്നെ ഇതിനൊരു മികച്ച പരിഹാരമാണ് സോസ് പ്രോ B2B. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി കച്ചവടക്കാർക്കു ഈസിയായി ഓൺലൈൻ പോകുവാനുള്ള അവസരമുണ്ടാക്കിക്കൊടുക്കുന്നു. സ്മാർട്ട്ഫോൺ ഉപയോഗിക്കുന്ന ഏതൊരു കച്ചവടക്കാരനും അനായാസം ഈ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. ഈ ആപ്ലിക്കേഷൻ വഴി കച്ചവടക്കാർക്ക് പ്രോഡക്ട്സ് കടയിൽ സ്റ്റോക്ക് ചെയ്തു വെക്കാതെയും അനേകായിരം ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നടത്തിക്കൊണ്ടുപോകുന്ന സംതൃപ്തിയോടും നിലവിലെ മാർജിൻ ആസ്വദിച്ചുകൊണ്ടുതന്നെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സാധിക്കും. അതുമാത്രമല്ല, അവരുടേതായ ഉൽപ്പന്നങ്ങൾ കേരളത്തിലോ രാജ്യത്തിലുടനീളമോ വിൽക്കണമെന്നാണെങ്കിൽ കൂടി സോസ് പ്രോ അതിനുള്ള അവസരവും ഉണ്ടാക്കിക്കൊടുക്കുന്നു. വാവ്, അതൊരു നല്ല ആശയം തന്നെ. അങ്ങനെ വരുമ്പോൾ വിറ്റുപോകുമോ എന്ന ടെൻഷൻ വരുന്നില്ലല്ലോ. വർദ്ധിച്ചുവരുന്ന ഓൺലൈൻ സെയിൽസ് മൂലം അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന കച്ചവടക്കാർക്ക് ഇതൊരു അനുഗ്രഹം തന്നെയാണ്. ഈ സേവനം ഇപ്പോൾ എവിടെയെല്ലാം ലഭ്യമാണ്? ഇപ്പോൾ ലോഞ്ച് ഫേസിലാണ്. ആദ്യപടിയായി കേരളത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിലെമ്പാടും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ അഥവാ ചാനൽ പാർട്ട്നേഴ്സിനെ അപ്പോയിന്റ് ചെയ്തുവരികയാണ്. യഥാർത്ഥത്തിൽ അവരാണല്ലോ ഇതിന്റെ ബാക്ക്ബോൺ. കേരളത്തിൽ എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയാണ് ആവശ്യമായുള്ളത്? ഓരോ നിയോജകമണ്ഡലത്തിലും 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വീതമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. 500ഓളം വരുന്ന റീറ്റെയിലേഴ്സിനെയാണ് ഇവർ ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഡെയിലി നല്ലൊരു ബിസിനസ് വോളിയം തന്നെയായിരിക്കുമല്ലോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരിക. അതെ, ഏകദേശം ഒരു ദിവസം 3 തൊട്ട് 5 ലക്ഷം രൂപ വരെയുള്ള ഓർഡറുകളായിരിക്കും ഇവർ ഹാൻഡിൽ ചെയ്യേണ്ടി വരിക. ഇതിൽ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും നെവർ എൻഡിംഗ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ചെയിനിന്റെ ഭാഗമാവുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയത്തെ മുൻനിർത്തി എല്ലാ റീറ്റെയിലേഴ്സും ഓൺലൈനായി വർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറും. താങ്ക് യു Celine for sharing this valuable information and wish you all the best. Bye. Okay, see you later.